ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഡൈൻ വിത്ത് ജെയ്സണിൽ പുളിമുട്ടായി ഉണ്ടാക്കാം. പറയുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം വരുന്ന പുളിമുട്ടായി എങ്ങനെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞുതരാം. അതിലേക്ക് കുറച്ച് കറുത്ത വാളംപുളി, അത് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. 150 ഗ്രാം ശർക്കര വെല്ലം, കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് മുളക് പൊടി. ഇത്രയേ വേണ്ടു. ഇതിന് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് പുളി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് നന്നായി കറക്കിയെടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിൽ നമ്മൾ 3 സ്പൂൺ വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേണം, അതുണ്ടെങ്കിൽ ഒട്ടാതെ നമുക്ക് കിട്ടുള്ളൂ. ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ശർക്കര വെല്ലം, അതായത് 100 ഗ്രാം പുളിക്ക് 150 ഗ്രാം ശർക്കര വെല്ലം വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലാണ് പുളിൻ്റെ മധുരം ബാലൻസ് ആകുള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരിയിച്ചെടുക്കണം. നന്നായി അലിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പുളി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഇപ്പോഴും വലിയ വലിയ മാളുകളിലൊക്കെ കാണുന്നുണ്ട്, പാക്കറ്റിലും വരുന്നുണ്ട്. നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കൂടുതലും കുറച്ചും എടുക്കാം. ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരു 6 മാസം വരെയൊക്കെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എപ്പോഴും വല്ലപ്പോഴൊക്കെ ഓരോന്നിടത്ത് കൈ കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മുഖത്ത് തെറിച്ച് വരും. അതുകൊണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. വെള്ളം നന്നായി വറ്റി വരണം. ഇതാ കണ്ട, ഇതുപോലെ വറ്റി നന്നായി വന്ന ശേഷം പാത്രത്തിൽ നിന്ന് പിടിക്കാണ്ട് വരുമ്പോൾ ഒരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി. ഇത് അവസാന സ്റ്റേജിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ നേരം തിളക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. വെള്ളം നന്നായി വറ്റിയ ശേഷം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായി വറ്റി പാകം പോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 10 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. കണ്ട, നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ബാംഗ്ലൂർ പോലെ ഉള്ള സിറ്റിയിലൊക്കെ നല്ല വിലയ്ക്കാണ് വിൽക്കുന്നത്. നമുക്ക് ആകെ ഒരു 15-20 രൂപ ചിലവുള്ളൂ. പക്ഷെ നമ്മളത് ചെറിയൊരു പാക്കറ്റിന് 50-60 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ഇത് ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാം. കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല സാധനം തന്നെയാണ്. എന്നാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ ഉരുട്ടി ഉണ്ടാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഈ സ്റ്റേജിൽ ഇറക്കി വെക്കണം. നന്നായി ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. താറ് പോലെ ഉരുണ്ട് വന്നിട്ടുണ്ട്. ഓരോന്നും ഓരോ പ്ലാസ്റ്റിക് കടലാസിലിട്ട് ഇങ്ങനെ ചുറ്റി വെക്കണം, അല്ലെങ്കിൽ അത് ഒന്നോടൊന്ന് ഒട്ടിപ്പോകും. ചെറുതായിട്ട് വലുതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കണ്ടില്ല, നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ലോളിപോപ്പ് പോലെ ഉണ്ടാക്കാം, ഇങ്ങനെ ഇതിൽ ചെയ്യാം, റൗണ്ടിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. പക്ഷെ ഓരോന്നും തനിയെ കവറിൽ ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കണം, എന്നാലാണ് ഒട്ടിപ്പിടിക്കാതെ നന്നായിരിക്കുള്ളൂ. ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിനൊരു 3-4 ആയിട്ട് കട്ട് ചെയ്യുക. ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് അതിലൊന്ന് കുത്തിയിട്ട് ഉണക്കിയെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. തണുപ്പ് മാറിയ ശേഷം അത് തനിയെ ഇറുകിക്കോളും. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.